നടപ്പിലാക്കും ശരിക്കാണ് വിഷയം. അതെ അവസ്ഥകളെ ഏറെ ആദരവോടെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 1 കോടി രൂപ അനുവദിക്കുകയും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടാണ് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇതര സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉജ്ജ്വലമായ ഒരു വിപ്ലവ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന സ്കൂളാണ് നമ്മുടേത്. കയ്യൂർ രക്തസാക്ഷികൾ പഠിച്ച കയ്യൂര് അറിയപ്പെടുന്നത് രക്തസാക്ഷികളുടെ പേരിലാണ്. ഈ നാടിൻ്റെ മോചനത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരാണ് അപ്പവും ചിരുകണ്ടത്. അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ് ചൂരിക്കട കൃഷ്ണൻ നായർ. ഇങ്ങനെ മഹിതമായ വലിയധികം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പുതുതലമുറയിൽപ്പെട്ടവർക്ക് ഇരിക്കാനാണ് ഇത്തരമൊരു മഹാസംരംഭത്തിന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചിട്ടുള്ളത്. രാജീവ് പറഞ്ഞു, ഇവിടെ ഒരു മ്യൂസിയം കൂടി വരാൻ പോകുന്നു. ചരിത്ര മ്യൂസിയത്തിൻ്റെ ASI ഇനി TSI കഴിഞ്ഞ് ഉടനെ അതും ടെൻഡർ നടപടികളിലേക്ക് പോകും. നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ആ പ്രവർത്തനങ്ങൾ കൂടി സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പുതുതലമുറ അറിയണം അവരായി, നമ്മളെങ്ങനെ നമ്മളായി എന്ന് ചോദിച്ചതുപോലെ ഇവരെങ്ങനെ അറിയണം ഈ കയ്യൂർ എന്ന നാട് എങ്ങനെയാണ് ലോകഭൂപടത്തിൽ അറിയപ്പെട്ടത്, കയ്യൂർ എങ്ങനെ ഭൂപടത്തിൽ അറിയപ്പെട്ടു, ആരാണ് ചിരുകണ്ഠനും അപ്പവുമെല്ലാം എന്ന് ഈ കുഞ്ഞുമക്കൾ അറിയേണ്ട കാലമാണ്. കാരണം ചരിത്രത്തെ വക്രീകരിക്കുന്ന കാലമാണ്. ഡിസ്റ്റോർട്ടിംഗ് ദ ഹിസ്റ്ററി എന്ന് പറയും. ചരിത്രത്തെ വക്രീകരിക്കാനും ചരിത്രത്തിൽ ഒരു സംഭാവനയും നൽകാത്തവരെ മഹത്വവൽക്കരിക്കാനും ഗ്ലോറിഫൈ എന്ന് പറയാം. ഡിസ്റ്റോർട്ടിംഗ് ദ ഹിസ്റ്ററി ഒരു വിഭാഗത്തെ ഗ്ലോറിഫൈ ചെയ്യുക. അങ്ങനെയുള്ള കാലത്ത് ഈ നാടിന്റെ യഥാർത്ഥ ചരിത്രം പുതുതലമുറ പഠിക്കാൻ വേണ്ടിയാണ് ഇത്തരം മ്യൂസിയം അനിവാര്യമായി വരുന്നത്. നെഹ്റുവിനും മഹാത്മാഗാന്ധിക്കും ഒന്നും പ്രാധാന്യം അർഹിക്കാതെ അവരെല്ലാം സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന കാലമാണ്. പാഠപുസ്തകത്തിന്റെ സിലബസിൽ നിന്നും ഫ്രീഡം ഫൈറ്റേഴ്സ്, സ്വാതന്ത്ര്യ സമര സേനാനികളെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അവർക്കൊരു സ്ഥാനവുമില്ല. അവരെ ആസൂത്രിതമായി ഇല്ലാതാക്കി പകരം പുതിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ തിരികെ ശ്രമിക്കുന്നു. ആ കാലമാണ്. അതുകൊണ്ട് ചരിത്രം പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ട കാലമാണ്. ചരിത്രം പുനർവായനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുമ്പോൾ ചരിത്രത്തെ തിരുത്തി ചരിത്രത്തിന്റെ രാജ്യത്തിന്റെ മുന്നോട്ടേക്കുള്ള കുതിപ്പിന് ഒരു സംഭാവന നൽകാത്തവരെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് എന്തായിരുന്നു നാടിന്റെ ചരിത്രം എന്ന് പുതുതലമുറ പഠിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ അവർ വിചാരിക്കും, അയ്യോ ഈ കാണുന്നതാണ് ശരിയെന്ന് വിചാരിച്ചിരുന്നു. അതല്ല, ഈ കാണുന്നതല്ല ശരി, മറിച്ച് ഈ കാണുന്നതിനും അപ്പുറത്ത് ശരിയുണ്ട്. അതാണ് ചിരുകണ്ഠൻ, അതാണ് അപ്പോ, അതാണ് നാടിന് വേണ്ടി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങേണ്ടി വന്ന അനേകം വീര രക്തസാക്ഷികൾ.